പി ജയചന്ദ്രന് ഔദ്യോഗിക ബഹുമതി നൽകുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന് ഔദ്യോഗിക ബഹുമതി നൽകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ്. സൂരജ്, എന്നാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക? ഔദ്യോഗിക ബഹുമതി നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് ഇനിയുള്ള പൊതുദർശനം? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, എല്ലാ ആദരവോടും കൂടി തൃശൂർ ഭാവഗായകനെ യാത്രയാക്കുന്ന ഈ അവസാന നിമിഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായിരുന്നു തൃശ്ശൂരും ഇരിങ്ങാലക്കുടയും എല്ലാം. അദ്ദേഹം ഈ ജീവിതായുസിൽ ഏറെക്കാലം ചിലവഴിച്ചതും തൃശ്ശൂരിലായിരുന്നു. അദ്ദേഹം ജനിച്ച എറണാകുളത്തേക്കാണ് ഇപ്പോൾ ഈ മൃതദേഹം കൊണ്ടുപോകുന്നത്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ സർക്കാർ തന്നെ ഈ ഔദ്യോഗിക ബഹുമതികൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് തൃശ്ശൂരിൽ നിന്ന് യാത്രയയപ്പ് നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്ന് ഈ മൃതദേഹം ചേന്നമംഗലത്തെ തറവാട്ടു വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിന് മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്നതാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്ന വഴിയാണ് ഇരിങ്ങാലക്കുട അദ്ദേഹം പഠിച്ച സ്കൂളുള്ളത്, നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ കലോത്സവ വേദിയിൽ ഉൾപ്പെടെ തിളങ്ങുന്നത് ഈ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അവിടെ വെച്ചാണ് ഇദ്ദേഹം ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതും യേശുദാസും ഇദ്ദേഹവും ഒക്കെ ഈ വിജയികളായി വരുന്നതും ഈ കലോത്സവത്തിൽ തിളങ്ങുന്ന മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നതും ഒക്കെ ഈ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സഹപാഠികളും അതുപോലെ തന്നെ ഈ നാട്ടുകാരും അടക്കം അവിടെ പൊതുദർശനം വേണമെന്നൊരു അഭ്യർത്ഥന കുടുംബത്തോട് പങ്കുവച്ചിരുന്നു. ആ ആഗ്രഹം, അതായത് ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹം കണ്ടുകൊണ്ടാണ് കുടുംബം ഇപ്പോൾ ഈ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പൊതുദർശനത്തിന് സമ്മതം മൂളിയിരിക്കുന്നത്. അവിടെ 8:30 അവിടെ പൊതുദർശനം നടക്കുക. അതിനുശേഷമായിരിക്കും ചേന്നമംഗലത്തെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുക. തന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ വെച്ച് നടത്തണമെന്ന ആഗ്രഹമായിരുന്നു പി ജയചന്ദ്രൻ പങ്കുവച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ തൃശൂർ ഭാവഗായകന് വിട ചൊല്ലുകയാണ് പ്രവിത. ശരി, സൂരജ് സജിയാണ് പൂങ്കുന്നത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.